ആരും ആശ്രയമില്ലാതെ വിധവകളെയും നിരാലംബരെയും അനാഥരെയും കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ സമർപ്പിക്കണം. സമർപ്പിച്ചാൽ മാത്രം പോരെ എന്ന്. അപ്പോൾ ഞാനിപ്പോൾ പറയുകയാണ്, വിധവകളെയും അനാഥരെയും നിരാലംബരെയും നമ്മൾ കർത്താവിൻ്റെ സന്നിധി ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിച്ച് അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണമെന്ന്. ശരിയാണ്, അത് 100% ശരിയാണ്. പക്ഷെ നമ്മളത് ചെയ്യണം. പക്ഷെ ഒന്നും കൂടെ ബാക്കിയുണ്ട് നമ്മുടെ വശത്ത്. എന്താണെന്നറിയാമോ? നമുക്കിപ്പോൾ അവരെ ഒന്ന് സഹായിക്കാൻ പറ്റിയേക്കാം. ഒരു എന്തെങ്കിലും അവരുടെ ആവശ്യം എന്തോ അതനുസരിച്ച് നമുക്ക് സഹായിക്കാൻ പറ്റിയേക്കാം. പക്ഷെ നമ്മൾ അത് ചെയ്യാതെ അവർക്ക് വേണ്ടി നമ്മൾ എന്നും തമ്പുരാന് പിന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോണ്ട് കാര്യമില്ല. പ്രവർത്തിക്കാൻ പറ്റിയ ഒരു അവസരം നമ്മളത് വിനിയോഗിക്കണം. ഇന്ന് അവരെ ഒരു 10 രൂപ കൊടുത്ത് നമുക്ക് അവരെ സഹായിക്കാൻ പറ്റിയാൽ, അല്ലെങ്കിൽ അവർക്ക് ഭക്ഷണ സാധനം അങ്ങനെ എന്തെങ്കിലും വീട്ടിലെ കുറവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ വാങ്ങിക്കൊടുത്ത് അവരെ സഹായിക്കുന്നതാണ് അതിലും ഉപരിയായത്. പറഞ്ഞ് നമ്മളിപ്പോൾ അതൊന്നും ചെയ്യാതെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്നും പറഞ്ഞ് നമ്മളവിടെ പോയി നമ്മളിപ്പോൾ നമ്മുടെ സന്ധ്യസമയത്ത് നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ അവരെ ഓർത്തിരുന്നുകൊണ്ട് കാര്യമില്ല. നമ്മളെക്കൊണ്ട് കഴിയുന്ന നമ്മൾ അവരെ സഹായിച്ചിട്ട് വേണം നമ്മളത് ചെയ്യാൻ. അതല്ലേ ആവശ്യം. ആവശ്യക്കാരൻ്റെ ആവശ്യങ്ങൾ മാറ്റി വെച്ചിട്ട് നമ്മൾ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമുണ്ടോ? സഹായിക്കാൻ കിട്ടുന്ന ഒരു അവസരം അത് നമ്മൾ ഉപയോഗിക്കണം. നിരാലംബരെയും അനാഥരെയും, അതിപ്പോൾ ഒരു ഉദ്യോഗസ്ഥന്മാരാണെങ്കിലും സർക്കാർ ജോലിക്കാരാണെങ്കിലും നമ്മൾക്കൊരു വീട് പാസ്സാക്കാനോ, അല്ലെ അതുപോലെ നമ്മൾക്ക് ഒരു വഴി കിട്ടുവാനോ, അല്ലെങ്കിൽ നമുക്കൊരു വെള്ളത്തിന് സഹായമില്ലാതെ വന്നാൽ അതിനൊരു എന്തെങ്കിലും ഒരു മാർഗ്ഗമുണ്ട്. നമ്മളൊരു അപേക്ഷയായിട്ട് ഉദ്യോഗസ്ഥന്മാരുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് നമ്മളെ സഹായിക്കാൻ പറ്റും. അവർക്ക് എന്തെങ്കിലും സർക്കാരിൻ്റെ നിയമപ്രകാരം നമുക്ക് എന്തെങ്കിലും ചെയ്തു തരാൻ അവർക്ക് സാധിച്ചാൽ അത് നമ്മൾ ആ പാവങ്ങളെ അവഗണിക്കുകയോ അവരെ മാറ്റി നിർത്തുകയോ ചെയ്യുകയല്ല ചെയ്യേണ്ടത്. കഴിയുന്ന നമ്മൾക്ക് അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുത്തതിന് ശേഷം ദൈവത്തിൻ്റെ നീതിയുള്ളവരായിരിക്കാൻ നമ്മൾ ശ്രമിക്കണം. ഇതൊന്നും നമ്മൾ ചെയ്തു കൊടുക്കാതെ നമ്മൾ ഞാൻ സഹായിക്കാം, ഞാൻ പ്രാർത്ഥിക്കാം, ഞാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ പോയിട്ട് നമ്മളത് ആ കാര്യം നമ്മളവിടെ വിട്ട് കളഞ്ഞ് നമ്മളത് മറന്നു പോകുകയോ അല്ലെങ്കിൽ ഉപേക്ഷിക്കുകയോ ചെയ്തോ ഉപേക്ഷകൾ ഉപയോഗിച്ച് നമ്മൾ വേറെ അതിൽ ഉപരി നമ്മൾ എന്ത് ചെയ്യും? കുറച്ച് സാമ്പത്തികമുള്ളവരെ അല്ലെങ്കിൽ കുറച്ച് സ്വാധീനമുള്ളവരെ, സമൂഹത്തിൽ വിലയും നില ഉള്ളവർ, അവരൊക്കെയാണ് നമ്മളോട് ഒരു കാര്യം പറയുകയാണെങ്കിൽ നമ്മളത് അവർ പരിഗണിച്ച് നമ്മളെന്നല്ല ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഈ സ്വാധീനമുള്ളവർ, ചെയ്തു കൊടുക്കാൻ പറ്റുന്നവർ, അവർക്ക് വേണ്ടി ചെയ്തോട്ട് ഇവരിവിടെ മാറ്റി നിർത്തിയാൽ ദൈവസ്ഥലേതാ? നീതിയല്ല ഒരിക്കലും. ഇതിൻ്റെ ഇടയ്ക്ക് എന്നോട് ഒരു സഹോദരൻ ആണോ തോന്നുന്നു, അത് തന്നെ സഹോദരൻ, എന്തെങ്കിലും ഞങ്ങൾ കുറച്ച് സുഹൃത്തുക്കൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവനിങ്ങനെ പറഞ്ഞു, കോട്ടയത്തുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് കേട്ടോ. കോട്ടയമുള്ള അച്ചായമാരുടെ കാര്യങ്ങളാണ് പറഞ്ഞത്. അവർ സമ്പത്തുള്ളവരാണ് കൂടുതലും, മിക്ക ആൾക്കാരും നല്ല സമ്പത്തുള്ളവരാണ്. അപ്പോൾ ആ സഹോദരൻ പറയാണ്, കോട്ടയത്തൊക്കെ ഉള്ള ജനങ്ങൾ, ചങ്ങനാശ്ശേരി ആ ഭാഗത്തുള്ളവരൊക്കെ ഇങ്ങനെയാണ്. പിന്നെ നല്ല സമ്പത്ത് കാണും, നല്ല വീടുകൾ കാണും, വണ്ടികൾ കാണും, നല്ല സൗകര്യങ്ങളാണ്, ചുറ്റും മതിലും ഗേറ്റും ഉള്ളൊക്കെ ഉള്ളൊരു വീടാണെങ്കിൽ അവരുടെ മക്കളൊക്കെ വിദേശത്താണെങ്കിൽ അവർ കാരണവന്മാരായിരിക്കും വീട്ടിലുള്ളത്, ചാച്ചന്മാരും അമ്മച്ചിമാരൊക്കെ. വിദേശത്തുള്ള മക്കളുടെ പണങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ സുഖ ജീവിതമാണല്ലോ, മറ്റൊന്നും ചിന്തിക്കേണ്ട കാര്യങ്ങളില്ലല്ലോ. അപ്പോൾ അവരുടെ അയൽവക്കത്തോ അല്ലെങ്കിൽ അവരുടെ പരിസരത്ത് എവിടെയെങ്കിലും ഒരു സാധുക്കളുണ്ടെങ്കിൽ ഒരിക്കലും അവരെ പരിഗണിക്കുകയില്ലാന്ന്. അവരുമായിട്ട് യാതൊരു ബന്ധം ഉണ്ടാകുകയില്ല. അവർ വലിയ വലിയ മാലയൊക്കെ ഇട്ട് നല്ല കുടവയറൊക്കെ വെച്ച് അച്ചായന്മാർ വണ്ടിയിൽ കയറി അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് അവർ സുഖമായിട്ട് സുഭിക്ഷിതമായിട്ട് ജീവിച്ചു പോകും. പള്ളിയിൽ പോകും, അവരുടെ കാര്യങ്ങളൊക്കെ അങ്ങനെ കറക്റ്റായിട്ട് പോകും. പക്ഷെ അവരുടെ പരിസരത്ത് ആരെങ്കിലും എവിടെയെങ്കിലും ഒരു സാധുക്കളുണ്ടെങ്കിൽ ഒരു കാരണവശാലും അവരുമായിട്ട് ഒരു ബന്ധം പുലർത്തില്ല എന്നാണ് കേട്ടത്. നമ്മൾ അച്ചായന്മാരെന്ന് പറയുമ്പോൾ അറിയാമല്ലോ, നമ്മൾ ക്രിസ്ത്യാനികളാണ്. എത്ര തെറ്റാണല്ലേ അത്. നമ്മൾക്കൊരു അവരെ ഒരു ഇച്ചിരിയൊക്കെ ഒന്ന് കൈപിടിച്ച് ഉയർത്താനോ ഒന്ന് സഹായിക്കാനോ അവരുടെ ആവശ്യങ്ങളിലേക്ക് ഒന്ന് ഇറങ്ങി ചെല്ലാനോ അവരുടെ വീട്ടിലേക്ക് അവരുടെ വീടുകളിൽ പോലും കയറി ചെല്ലില്ല. നാണക്കേടാ. ഞാൻ ഇത്ര നിലയിലും നല്ല സെറ്റപ്പിൽ ജീവിക്കുന്ന ഞാൻ എങ്ങനെയാ ഒരു പാവപ്പെട്ടവൻ്റെ വീട്ടിൽ, ഒരു ദരിദ്രവാസിയുടെ വീട്ടിലേക്ക് ഞാൻ എങ്ങനെ കയറി ചെല്ലും? അത് മറ്റുള്ളവർ കണ്ടാൽ എനിക്കത് നാണക്കേടാ, കുറച്ചല. എന്ത് ഭയങ്കരമാണല്ലോ ജീവിതം അല്ലേ. ഒരിക്കലും അത് സാധിക്കില്ല, ചെയ്യരുത്. തമ്പുരാൻ്റെ സന്നിധിയിൽ അത് നീതിയല്ല. വിധവകളെയും അനാഥരെയും അവഗണിച്ച് ഞാൻ ഇന്നത്തെ വചനത്തിൽ അതാണ് വായിക്കാൻ പോകുന്നത് കേട്ടോ. എന്തൊരു കഷ്ടമുള്ള ജീവിതമാണ് അത്. പിന്നെ നമുക്ക് എവിടെയാണ് നീതി കിട്ടുന്നത്? തമ്പുരാൻ നമ്മളെ അവഗണിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആരുടെ മേലോ നമുക്ക് നീതിയുള്ളത്? സമൂഹത്തിനുമല്ലോ. എന്ത് സമൂഹമാണ്, എന്ത് സമൂഹമാണ്? നമ്മളെപ്പോലുള്ളവരല്ലേ സമൂഹം. നമ്മളൊക്കെ ഈ ചെയ്യുന്ന പ്രവർത്തികളല്ലേ സമൂഹത്തിൽ ഓരോരുത്തരും കണ്ടുവരുന്നത്. ഏതോ ഒരു വേദന എനിക്ക് കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. പക്ഷേ നമ്മുടെ ഈ മലബാറിൽ അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മലബാറിൽ നമ്മുടെ ഈ ഭാഗത്തൊക്കെ ഒത്തിരി ആൾക്കാരും പാവങ്ങളെ ചേർത്ത് പിടിക്കുന്നവരാ. ഞങ്ങളൊക്കെ സാധുക്കളാണ്, പക്ഷേ ഞാനൊക്കെ സാധുക്കളാണ്. പക്ഷെ എനിക്ക് ഇവിടെ ഒരു അവഗണനയെ നേരിട്ടിട്ടില്ല. ഇവിടെ നല്ല സമ്പത്തുള്ളവരൊക്കെ ഉണ്ട്, ചുറ്റുവട്ടമുള്ളവരൊക്കെ നല്ല കൂടുതൽ സമ്പത്തുള്ളവരാ. ഞങ്ങളെന്താ അവരെ അവഗണിച്ചിട്ടേ ഇല്ല, ചേർത്ത് പിടിച്ചിട്ടേ ഉള്ളവർ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയണം എന്നൊക്കെ എന്നോടൊക്കെ പറഞ്ഞിട്ടുണ്ട്.
ഒരിക്കലും ഒരു അവഗണന എനിക്ക് നേരിടേണ്ടി വന്നിട്ടില്ല. എന്നാലും ഉണ്ട് കേട്ടോ, ഇല്ല എന്ന് പറയുന്നില്ല, അവഗണനയൊക്കെ നേരിട്ടിട്ടുണ്ട്. എന്നാലും അതൊക്കെ നമുക്ക് തള്ളിക്കളയാവുന്നതേ ഉള്ളൂ. പക്ഷെ തീരെ അവരെ ഞങ്ങൾ ഉപേക്ഷിച്ച് ഒന്നും ഞങ്ങൾ മാറ്റി നിർത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല. എനിക്കത് ഭയങ്കര അത്ഭുതം തോന്നിയിട്ടുണ്ട്. നമ്മുടെ കോട്ടയം ഭാഗത്തുള്ള അച്ചായന്മാരൊക്കെ എന്നെ ഇങ്ങനെ ചെയ്യുന്നത്. അവർക്കൊക്കെ ഇത് കാണാനിടയായാൽ അച്ചായന്മാരെ ഒന്ന് സഹകരിക്കുക, പാവങ്ങളെ ഒന്ന് കണ്ണു തുറന്ന് കാണാൻ ശ്രമിക്കുക, അവരുടെ ഇല്ലായ്മകളൊന്ന് ഇറങ്ങി ചെല്ലുക, അവരുടെ ആവശ്യങ്ങൾ കൈയരച്ച് ചെറിയ രീതിയിലൊക്കെ ആണെങ്കിൽ ഒന്ന് അച്ചായന്മാർക്ക് കഴിയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒന്ന് അവരെ ഒന്ന് ചേർത്ത് പിടിക്കാൻ ശ്രമിക്കണേ. അത് നല്ല കാര്യമല്ലേ? നമ്മുടെ കർത്താവ് വിഷമിച്ചിക്ക സമ്പത്തുള്ള ഭവനത്തിലല്ലോ ജനിച്ചത്, കൊച്ചു കാലത്തൊഴിച്ചിലല്ലേ ജനിച്ചത്, കൊച്ചു കൂലിപ്പണിക്കാരൻ്റെ ഒരു അപ്പനും അമ്മയുടെ അല്ലായിരുന്നു അവർ? കൂലിപ്പണി എടുത്തല്ലേ അതുങ്ങൾ ജീവിച്ചത്? നമ്മൾ അതൊന്നും ഓർത്താൽ മാത്രം മതി. നമ്മുടെ തമ്പുരാൻ എത്ര ഉയർന്നവനായിരുന്നു. എന്നിട്ടും ദൈവമേ, അത് എത്ര വലിയ വലിയ രീതിയിലാണ് തമ്പുരാൻ നമ്മളെ ചേർത്ത് പിടിച്ചത്. നമ്മൾ ആ ജീവിതം കണ്ട് സഹായിക്കണം. എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ നിങ്ങളെല്ലാവരും അത് ഓർത്തിരിക്കണം. എൻ്റെ ദൈവമേ എന്ന് ഞാൻ എപ്പോഴും വിചാരിക്കും. പാവങ്ങളെ ഓർത്ത് എന്നും ഞാനേ പാവപ്പെട്ടവളെ, എന്നെയും താഴെയുള്ളവരെ ഓർത്ത് ഞാൻ എന്നും ദൈവമേ അവർക്കൊരു സഹായം ഉണ്ടാകണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കും. നമ്മൾ വിധവകൾ, സഹായിക്കാൻ ആരുമില്ലാത്തവരാണ് വിധവകൾ. ഭർത്താവില്ല, ചിലപ്പോൾ കുഞ്ഞു മക്കളായിരിക്കും. അതുങ്ങളുടെയൊക്കെ അധ്വാനിച്ചു കൊണ്ടുവരാൻ പ്രായമാകാത്ത മക്കളൊക്കെ ആണെങ്കിൽ എന്ത് വേദനജനകം അവരുടെ ജീവിതം. ഒരു നേരത്തെ ആ കാര്യത്തിന് വേണ്ടി എത്രമാത്രം അവർ വിഷമിക്കുന്നത്. നല്ലൊരു വീടില്ലെങ്കിൽ, ചോർന്നൊരിക്കുന്ന വീടൊക്കെ ആണെങ്കിൽ എന്ത് കഷ്ടമായിരിക്കും അതുങ്ങളുടെ കാര്യം. അനാഥരും അങ്ങനെ തന്നെയല്ലേ? പരസഹായമില്ലാതെ ജീവിക്കാൻ പറ്റാത്ത അതുങ്ങളുടെ അവസ്ഥ എത്ര ദയനീയമാണ്. ഒന്ന് ചേർത്ത് പിടിക്കാൻ സഹായിക്കണം. അതുങ്ങളെയൊക്കെ നമ്മളെക്കൊണ്ട് കഴിയുന്ന പോലെ നമ്മൾ അവരെ സഹായിക്കണം. അത് വേണം. തമ്പുരാൻ്റെ സന്നിധി നമ്മൾ കൂട്ടിയൊക്കെ നിക്ഷേപമല്ലേ അത്? അതില്ലാതാക്കി കളയരുത്. അത് വേണം നമുക്ക് എന്ന് നമ്മളത് അറിഞ്ഞു മുന്നോട്ട് പോകണം. കർത്താവിൻ്റെ സാന്നിധ്യത്തിലായിരിക്കണം നമ്മുടെ ജീവിതം. നമ്മൾ എന്ത് ചെയ്യുമ്പോൾ അത് തമ്പുരാനെ പ്രതി ആയിരിക്കണം. അപ്പം നമുക്ക് ഒത്തിരി ആനന്ദം ഉണ്ടാവും. നമുക്ക് വചനം വായിക്കാം. അതിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാനീ പറഞ്ഞതും അതുമായിട്ട് നിങ്ങൾ കൂട്ടിച്ചേർത്ത് ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ച് അത് ശരിയാണല്ലോ എന്ന് നമുക്ക് സ്വയം ഇത് ബോധ്യം വരണം. യശാപ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 17-ാം തിരുവചനത്തിൻ്റെ 31 വരെയുള്ള തിരുവചനം. നീണ്ടൊരു വചനമാണ് കേട്ടോ. അത് അങ്ങനെ പൂർണ്ണമായി വായിക്കുമ്പോൾ നമുക്കത് പിടികിട്ടുള്ളൂ. അതുകൊണ്ടാണ്. നന്മ പ്രവർത്തിക്കാൻ ശീലിക്കുവിൻ, നീതി അന്വേഷിക്കുവിൻ, മർദ്ദനം അവസാനിപ്പിക്കുവിൻ. മർദ്ദനം നമ്മൾ മറ്റുള്ളവർ വഴക്ക് പറയുക, ആവശ്യമില്ലാത്ത കാര്യത്തിൽ അവർ നമ്മൾ ഉപദേശിക്കുകയും ഇങ്ങനെ തരം താഴ്ച സംസാരിക്കുകയും വഴക്ക് പറയുകയും ശരിയല്ലെങ്കിൽ പോലും നമ്മളതൊക്കെ അവരെ അങ്ങ് നിർബന്ധിച്ചോരും ചെയ്യിപ്പിക്കുകയൊക്കെ ചെയ്യുന്നതാണ് മർദ്ദനം എന്ന് ഉദ്ദേശിക്കുന്നത്. കൈ ഉയർത്തി ശരീരത്തെ അടിക്കുന്നതല്ല. അനാഥരയുടെ നീതി ചെയ്യും വാദിക്കുവൻ. കർത്താവ് അരുളി ചെയ്യുന്നു, വരുവിൻ നമുക്ക് രമ്യതപ്പെടാം. നിങ്ങളുടെ പാപങ്ങൾ കടും ചുവപ്പാണെങ്കിലും അവ മഞ്ഞ് പോലെ വെണ്മയുള്ളതായി തീരും. അവ രക്തവർണ്ണമെങ്കിലും കമ്പിളി പോലെ വെളുക്കും. അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും. നോക്കിക്ക്, ഐശ്വര്യം നമ്മുടെ കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാകണമെങ്കിൽ നമ്മൾ ഇതുപോലൊക്കെ ചെയ്യണം. എങ്കിലേ നമുക്ക് ഐശ്വര്യം ഉണ്ടാവുള്ളൂ. നമ്മൾ മറ്റുള്ളവരെ കുറ്റങ്ങളും കുറവുകളും ഒക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ നടന്നു പോയാൽ അവർക്ക് വേണ്ടി ഒരു നന്മ ചെയ്യാതിരിക്കാൻ നമ്മളിൽ നിന്ന് ഐശ്വര്യം വിട്ടുപോകും. നമ്മുടെ ഐശ്വര്യം തന്നെ നമ്മളിൽ നിന്ന് വിട്ടുപോകും. ഐശ്വര്യമില്ലാതെ മനുഷ്യർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ലല്ലോ. എവിടെയും ദുരിതങ്ങളായിരിക്കും. ഐശ്വര്യം ആസ്വദിക്കും. അനുസരിക്കാതെ ധിക്കാരം തുടർന്നാൽ വാളിനിരയായി തീരും. മനസ്സിലായില്ലേ? തീരും. കർത്താവ് അരുളി ചെയ്തിരിക്കുന്നു, വിശ്വസ്ത നഗരം വേശ്യയായി തീർന്നതെങ്ങനെ? നീതിയും അധർമ്മവും കുടികൊണ്ടിരുന്ന അവളിൽ നിന്ന് കൊലപാതകികളാണ് വസിക്കുന്നത്. നിന്റെ വെള്ളി കിട്ടമായി മാറിയിരിക്കുന്നു. നിന്റെ വീഞ്ഞിൽ വെള്ളം കലർന്നിരിക്കുന്നു. നിന്റെ പ്രഭുക്കന്മാർ കലഹപ്രിയരാണ്. തൊട്ടേനും പിടിച്ചതിനൊക്കെ വഴക്കുണ്ടാക്കുന്നത്, ശാസിക്കുക. പാവങ്ങൾ എന്തെങ്കിലും അപേക്ഷയുമായിട്ട് ചെന്നാൽ, ആ പാവങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ അവരോട് സഹായം ആവശ്യപ്പെട്ട് ചെന്നാൽ അവർ കലഹിച്ച് വഴക്കുണ്ടാക്കി അവരെ തള്ളി മാറ്റി നിർത്തും. ഇതൊക്കെ തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ അർഹരുള്ളവരാണെങ്കിൽ പോലും നമ്മൾ പാവങ്ങളായതുകൊണ്ട് നമ്മളെ മാറ്റി നിർത്തുന്നതിൻ്റെ വലിയൊരു ആഘാതമാണ് ഇതൊക്കെ. അവർ കള്ളന്മാരോട് കൂട്ടുചേർന്നിരിക്കുന്നു. കള്ളന്മാർ എന്ന് പറഞ്ഞാൽ അറിയാലോ, നന്മ പ്രവർത്തിക്കാൻ ഇഷ്ടമില്ലാത്തവർ. നമ്മൾ മാന്യന്മാരാണെന്ന് സമൂഹത്തിൽ എല്ലാവരുടെ മുന്നിൽ നമ്മൾ പറയുമ്പോഴും അവരുടെ ഉള്ളിലെ കള്ളനെ കർത്താവ് തിരിച്ചറിയുന്നുണ്ട്. മനസ്സിലായി? അതാണിത്. സകലരും കോഴ കൊതിക്കുന്നു, കൈക്കൂലി വാങ്ങുന്നു.
ഞാൻ എന്തെങ്കിലും ഒന്ന് ചെയ്തു തരണമെങ്കിൽ എനിക്കിങ്ങനെ ചെയ്തു തരണം, എനിക്ക് ഇത്ര കിട്ടണം, ഇത്ര കിട്ടിയാൽ ഞാൻ ഇതിൻ്റെ നിനക്ക് ചെയ്തു തരാം. അവരൊക്കെ വലിയ മാന്യന്മാരാണ്, അവർക്ക് സമൂഹത്തിൽ വിലയും നിലയുണ്ട്. അപ്പോൾ ഈ കള്ളൻ അവൻ്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുകയാണ് കൈക്കൂലി വാങ്ങാൻ. അത് പാവങ്ങൾക്ക് കൊടുക്കാനില്ലല്ലോ. അപ്പോൾ അവരവിടെ മാറ്റി നിർത്തപ്പെടുക തന്നെയല്ലേ ചെയ്യുന്നത്. വിധവകളും അനാഥരും അവരെവിടുന്ന് കൊടുക്കും? 10 രൂപയ്ക്ക് നിവർത്തി ഉണ്ടെങ്കിൽ ഇവർ ഇത് ആവേശമായിട്ട് അവിടെ പോവുകയല്ലോ. കൊതിക്കുന്നു, സമ്മാനത്തിൻ്റെ പിന്നാലെ പായുന്നു. അവർ അനാഥരുടെ പക്ഷത്ത് നിൽക്കുകയോ വിധവകളുടെ അവകാശം പരിഗണിക്കുകയോ ചെയ്യുന്നില്ല. മനസ്സിലായില്ലേ? നമുക്ക് നീതി കിട്ടുമോ? ആ പാവങ്ങൾക്ക് നീതി കിട്ടുമോ? ആരുടെയൊക്കെ വാതിലിൽ പോയി മുട്ടിയാലും അവരുടെ മുന്നിൽ നിന്ന് ആരും വാതിൽ തുറക്കുകയില്ല, അടച്ചു കളയും. കാരണം കിട്ടാനൊന്നുമില്ല അവരുടെ പക്ഷത്ത്. കരത്തിൽ കൊടുത്താലേ ഇച്ചിരെങ്കിലും ഇങ്ങോട്ട് വിട്ടു തരുള്ളൂ. കൈക്കൂലി ഉപേക്ഷിക്കണം. കൈക്കൂലി പിന്നെ തീർത്ത് അവഗണിച്ച് മാറ്റി നിർത്തും. നിങ്ങൾക്കത് വേണ്ട. നിങ്ങൾക്കല്ലാതെ തന്നെ ഒരുമാതിരിപ്പെട്ട് ജീവിക്കാനൊക്കെ ദൈവം തന്നിട്ടുണ്ടല്ലോ. അതൊക്കെ നിങ്ങൾ കളഞ്ഞ് തമ്പുരാനെ പ്രതി കൈക്കൂലിയും കോയൊക്കെ ഉപേക്ഷിച്ച് മാന്യമായി ജീവിച്ച് പാവങ്ങളെ എന്നും പിന്നെ പരിഗണിച്ച് അവരുടെ ആവശ്യങ്ങൾ സാധിച്ചു കൊടുത്ത് അവരുടെ അവകാശങ്ങൾ മേടിച്ചു കൊടുത്ത് അവരെ അങ്ങോട്ട് ഒന്ന് ചേർത്ത് പിടിച്ചാൽ എത്ര അനുഗ്രഹമായി തീരും. പ്രത്യേകിച്ച് ഇത് നമ്മുടെ രാഷ്ട്രീയക്കാർക്കൊക്കെ പറ്റിയതല്ലേ. പരിഗണിക്കുകയും ചെയ്യുന്നില്ല. അതിനാൽ സൈന്യങ്ങളുടെ കർത്താവ് ഇസ്രായേലിന്റെ ശക്തനായവൻ അരുളി ചെയ്യുന്നു, എൻ്റെ ക്രോധം എൻ്റെ ശത്രുക്കളുടെ മേൽ ഞാൻ ചൊരിയും. കർത്താവിന് ദേഷ്യം വന്നാൽ ഇതൊക്കെ കിട്ടും. അത് എവിടെ നിന്നെങ്കിലും വെച്ച് പിടിക്കപ്പെടുന്നത് അതുകൊണ്ടാണ്. ഇതൊക്കെ ഞാൻ പിന്നെ സമൂഹത്തിൽ മാന്യതയുള്ളവനാണ്, ഞാൻ അംഗീകാരമുള്ളവനാണ്, ഞാൻ ഇതും ചെയ്താലും ഒരിക്കലും ആരും കാണുകയില്ല, അറിയയില്ല. അറിഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല, എന്നെ ചോദ്യം ചെയ്യാൻ ആരുമില്ല. പക്ഷെ തമ്പുരാന്റെ കോപം ചൊരിഞ്ഞു കഴിഞ്ഞാൽ വരുന്ന പ്രശ്നം അറിയാലോ, അവൻ എവിടെയെങ്കിലും ഇട്ട് പിടിക്കപ്പെടും. പിന്നെ ഈ മേടിച്ച് കൂട്ടിയതിൻ്റെ ഒക്കെ പിന്നെ പരിണത ഫലം അനുഭവിച്ചേ മതിയാവുള്ളൂ. നീ അത്ര മേടിച്ചില്ലേ, നീ ഇത്ര മേടിച്ചില്ലേ, അവിടുന്ന് മേടിച്ചില്ലേ, ഇവിടുന്ന് മേടിച്ചില്ലേ, അതോടെ എല്ലാം താഴോട്ട് വീഴും. ഒറ്റയടിക്ക് എല്ലാം കൂടെ കുത്തനെ താഴോട്ട് വീഴും. പിന്നെ പരിഗണന ഉണ്ടാകില്ല, പിന്നെ സംരക്ഷണം ഉണ്ടാകുകയില്ല, സമൂഹത്തിന് മാന്യത ഉണ്ടാകുകയില്ല, വിലയും ഉണ്ടാകില്ല, നിലയും കാണുകയില്ല. എല്ലാം കുത്തനെ അങ്ങ് ഇടിഞ്ഞ് താഴെ വീഴും. ഇതിവിടെ പിടിക്കുന്ന തമ്പുരാനാ, അവിടെ അവകാശമൊന്നുമില്ലല്ലോ. ചൊരിയും, ഞാൻ ചൊരിയും. എൻ്റെ വൈരികളോട് ഞാൻ തന്നെ പ്രതികാരം ചെയ്യും. ഞാൻ എൻ്റെ കരം നിനക്കെതിരായി ഉയർത്തും. പണി കിട്ടും, നല്ല പണി കിട്ടും. ചൂളയിൽ എന്ന പോലെ ഉരുക്കി നിന്നെ ശുദ്ധി ചെയ്യും. നിന്നിൽ കലർന്നിരിക്കുന്ന വിലകെട്ട ലോകം ഞാൻ നീക്കിക്കളയും. അതാണ് കർത്താവ് അവനെ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അശുദ്ധിയെല്ലാം നീക്കിക്കളഞ്ഞ് നന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. അശുദ്ധിയെല്ലാം നീക്കിക്കളഞ്ഞ് നന്മ ചെയ്യാൻ വേണ്ട പറയുന്നത്. ആ നീക്കിക്കളയും ആദിയിൽ എന്ന പോലെ. അപ്പൊ ആദിയിൽ ഇവൻ നല്ലവനായിരുന്നു, ആദിയിൽ എല്ലാവരും നല്ലവരായിരുന്നു. സമ്പത്ത് വർദ്ധിക്കുമ്പോൾ, ആഗ്രഹങ്ങൾ വർദ്ധിക്കുമ്പോൾ, മോഹങ്ങൾ വർദ്ധിക്കുമ്പോൾ അതെല്ലാം അങ്ങ് കാറ്റി പറത്തി കളയും. ആദിയിൽ എന്ന പോലെ നിന്റെ ന്യായാധിപന്മാരെയും ഉപദേശകന്മാരെയും ഞാൻ പുനഃസ്ഥാപിക്കും. നീതിയുടെ നഗരമെന്ന് വിശ്വസ്ത നഗരമെന്ന് നീ വിളിക്കപ്പെടും. സിയോൻ നീതി കൊണ്ട് വീണ്ടെടുക്കപ്പെടും. അവിടെ അനുദപിക്കുന്ന എല്ലാവരും ധർമ്മിഷ്ടം കൊണ്ടും. എന്നാൽ കലഹപ്രിയരും പാപികളും ഒന്നടങ്കം നശിക്കും. കലഹപ്രിയർ വഴക്കുണ്ടാക്കാൻ തൊട്ടേനും പിടിച്ചതിനും തള്ളിപ്പറയും, കുറ്റപ്പെടുത്തുകയും വഴക്കുണ്ടാക്കാൻ ഇഷ്ടപ്പെടുകയും ആരെയും അംഗീകരിക്കാൻ തയ്യാറല്ലാത്തവരെയൊക്കെ. കർത്താവിനെ പരിത്യജിക്കുന്നവർ നിശേഷം ഇല്ലാതാകും. നിങ്ങൾക്ക് ആനന്ദം പകർന്ന കരവേലക മരങ്ങൾ നിങ്ങളെ ലജ്ജിപ്പിക്കും. നിങ്ങൾ തിരഞ്ഞെടുത്ത ഉദ്യാനങ്ങളെക്കുറിച്ച് നിങ്ങൾ ലജ്ജിതരാകും. നിങ്ങൾ ഇലകൊഴിഞ്ഞ കരവേലകം വൃക്ഷം പോലെയും വെള്ളമില്ലാത്ത ഉദ്യാനം പോലെയും ആകും. വെള്ളമില്ലാത്ത ഉദ്യാനം, മരുഭൂമി ആകും. ബലവാൻ ചണനാര് പോലെയും അവൻ്റെ പ്രവൃത്തികൾ തീപ്പൊരി പോലെയും ആയിത്തീരും. ബലവാൻ, ഞാൻ പറഞ്ഞില്ലേ, ബലവാൻ, അവന് ശക്തിയും ബലവും ഒക്കെ ഉണ്ടെന്നോർത്ത് അവൻ അഹങ്കരിച്ചാൽ കർത്താവ് പിടിക്കുമ്പോൾ ഇതെല്ലാം ഇല്ലാതാകും. അവൻ സാധാരണക്കാരെക്കാളും ശൂന്യനാകും. അന്ന് തള്ളിക്കളഞ്ഞവരൊക്കെ അവനെ നോക്കി പരിഹാസിക്കും. അന്ന് ഞാൻ അവൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു അപേക്ഷയുമായി ചെന്നു, ഇങ്ങനെ ഒരു സഹായം ചോദിച്ചാൻ ചെന്നു. അവൻ അന്ന് അഹങ്കരിച്ചു, എന്നെ തള്ളിക്കളഞ്ഞു, നിന്ദിച്ചു, എനിക്കൊരു സഹായവും ചെയ്യുന്നത് തന്നില്ല. അവൻ പിന്നീട് അവനെ ഒക്കെ നോക്കി പരിഹാസിക്കും. അന്ന് ഈ പാവപ്പെട്ടവൻ പിന്നെയും ഉയർന്നു നിൽക്കും. തീപ്പൊരി പോലെയാകും, ആയിത്തീരും. രണ്ടും ഒന്നിച്ച് കത്തി നശിക്കും. അഗ്നി ശമിപ്പിക്കാൻ ആരും ഉണ്ടാവുകയില്ല.
ഇത് യശപ്രവാചൻ്റെ 1-ാം അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. നാളെ മുതൽ 2-ാം അധ്യായമാണ് കേട്ടോ. ഇതാണ് ബലവാന്മാരും എത്ര ഉയർന്നാലും അവസാനം തമ്പുരാൻ അവൻ തള്ളി താഴെയിടുക തന്നെ ചെയ്യും. അതെന്തുകൊണ്ടെന്നറിയുമോ? നീതി പ്രവർത്തിക്കാത്തതുകൊണ്ട്. നീതി പ്രവർത്തിച്ച് നന്മ പ്രവർത്തിച്ച് പിന്നെ സമാധാന സന്തോഷം ആഗ്രഹിച്ച് പ്രവർത്തിച്ചാൽ നന്മയാണ് ഞാൻ ചെയ്യുന്നതെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചാൽ അവനൊരിക്കലും അവനെ തള്ളിയിടാൻ ആർക്കും സാധിക്കില്ല. അവനത് തള്ളിയിടാൻ ജനങ്ങൾ മനുഷ്യർ ആഗ്രഹിച്ചാലും തമ്പുരാൻ ശക്തിയും ബലവും പകർന്ന് അവൻ്റെ കൂടെ ഉണ്ടാവും. അവനെ തകർത്തുകളാൻ ആർക്കും സാധിക്കില്ല. അവൻ നന്മ ചെയ്തുകൊണ്ടാണ്. പക്ഷെ നേരെ മറിച്ച് കർത്താവിന് ഇഷ്ടമില്ലാത്ത പ്രവൃത്തി അവൻ ചെയ്യുമ്പോഴോ ഇങ്ങനെയാണ്. ഞാൻ ആ കോട്ടയത്തെ അവരിലേക്ക് പിന്നെ ചെല്ലുകയാണ്. ആ അപ്പച്ചന്മാർ ഒരു പാവങ്ങളെയൊക്കെ സഹായിക്കാൻ ഒരു കരം നീട്ടിക്കൊടുത്താൽ, അവർക്കത് സാധിക്കുമെങ്കിൽ ചെയ്തു കൊടുത്താൽ എത്രയോ അനുഗ്രഹമാണ് അപ്പച്ച. വേണം അപ്പച്ച. നമ്മളിപ്പോഴല്ലേ ഈ മക്കളൊക്കെ പഠിച്ച് വലുതായപ്പോഴല്ലേ നമുക്ക് സമ്പത്തൊക്കെ ഉണ്ടായത്. അതിനു മുമ്പ് നമ്മൾ ഏത് അവസ്ഥയിലായിരുന്നു നമുക്കറിയാലോ അപ്പച്ച. അപ്പച്ചന്മാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. വലിയ 10 മാല 5 മാലയൊക്കെ ഇട്ട് കുടവരൊക്കെ ഇങ്ങനെ ഉറ്റൂരി ഒരു തോർത്തൊക്കെ തോളയിട്ട് നല്ല ഗെയിമേലൊക്കെ ഇറങ്ങി നടക്കുക കാണാൻ ഐശ്വര്യവാ. പക്ഷെ നമ്മുടെ ഉള്ളിൽ കള്ളനുണ്ടാകരുത്. നമ്മുടെ ഉള്ളിൽ തുറന്ന പുസ്തകം പോലെ ആയിരിക്കണം. പാവങ്ങൾ ചേർത്ത് പിടിക്കാൻ കഴിയണം അപ്പച്ച. വണ്ടിയും കൊണ്ടൊക്കെ പള്ളിയിൽ പോകുമ്പോൾ ഈ വണ്ടിയൊന്നും ഇല്ലാത്ത പാവങ്ങൾ നടന്നു പോകുന്ന കണ്ടാൽ അവരെയൊക്കെ ഒന്ന് കയറ്റി വണ്ടിയിൽ. അതുങ്ങൾ കാല് വേദനയെടുത്തും കൈ വേദനയെടുത്തും പകൽ മുഴുവൻ തലേദിവസങ്ങൾ ഒരാഴ്ച മുതൽ അധ്വാനിച്ചിട്ടൊക്കെ ശരീരവേദനയും നട്ടുവേദനയും കാലുവേദനയും കൊണ്ടൊക്കെ നടക്കാൻ പറ്റാതെ ഏഞ്ഞും വലിഞ്ഞൊക്കെ എഴഞ്ഞു വലിഞ്ഞൊക്കെ അല്ലേ പള്ളിയിലേക്ക് പോകുന്നേ. അപ്പം നമ്മൾ വണ്ടി കൊണ്ടൊക്കെ പോകുമ്പോൾ അവരെയൊക്കെ ഒന്ന് കയറ്റണമെന്നേ. അപ്പോൾ അതൊക്കെ എന്തൊരു സന്തോഷം ഉണ്ടാവും. അയ്യോ ഞങ്ങളെ സഹായിച്ചല്ലോ, ഞങ്ങളെ സഹായിക്കാൻ ആ ചേട്ടന് തോന്നിയല്ലോ, ആ ചാച്ചന് തോന്നിയല്ലോ എന്ന് അവർക്ക് തോന്നുമല്ലോ. ഉള്ളിൽ എന്ത് സന്തോഷം ഉണ്ടാകും. ആ സന്തോഷം തമ്പുരാൻ്റെ സന്നിധിയിൽ ഭയങ്കര ഒരു എന്താ പറയുക നീക്കിരിപ്പാ. തമ്പുരാൻ അതിന് എന്തുമാത്രം ഒരു ആനന്ദം തമ്പുരാൻ കാണുന്നുണ്ടാവും അറിയാമോ. അതിൻ്റെ ആ കൃപ മുഴുവൻ കിട്ടുന്ന അപ്പച്ചനാ, ഈ വണ്ടി കൊണ്ട് പോകുന്ന ചേട്ടനാ. ചേർത്ത് പിടിക്കുക ചേട്ടാ. ഞങ്ങളുടെ അടുത്തൊക്കെ ഉണ്ട് ഇങ്ങനെയുള്ളവരൊക്കെ. ഞങ്ങൾ നടന്നു പോകുന്ന കണ്ടാൽ അവർ ഞങ്ങളൊക്കെ വണ്ടി കയറ്റും. ഞങ്ങൾക്ക് വണ്ടിയൊന്നുമില്ല. അവരെ കയറ്റിയാൽ എന്നതിൻ്റെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നല്ല അവർ വരിക്കുന്നത്. അവരെ കയറ്റും. അവർ ഞങ്ങളെ വണ്ടി കയറ്റും. ഞങ്ങളുടെ ചുറ്റുവട്ടത്തുള്ളവരൊക്കെ അങ്ങനെ. അവരൊക്കെ ഒത്തിരി സമ്പത്തുള്ളവരാണ്. പക്ഷെ അവർ ഞങ്ങളെ നിന്ന് അവഗണിച്ച് ഒരിക്കലും പോയിട്ടില്ല എവിടെ. അതുപോലെ എല്ലാവരും ഉണ്ടാകട്ടെന്നേ. അത് നല്ല കാര്യമല്ലേ. നമ്മൾക്ക് ഈ പാവങ്ങളെ സംരക്ഷിക്കുമ്പോൾ തമ്പുരാൻ്റെ കൂടെ നിൽക്കുകയല്ലേ നമ്മൾ ചെയ്യുന്നത്. അവഗണിച്ച് പോകുമ്പോഴോ ചെകുത്താൻ്റെ കൂടെയാണ്. ചെകുത്താനാണ് നമ്മൾ പിന്തിരിപ്പിച്ച് കൊണ്ടുപോകുന്നത്. വേണ്ടെന്നേ, അതുങ്ങളൊന്നും കയറ്റണ്ട, അതുങ്ങളൊന്നും വണ്ടിയെ കയറ്റണ്ട, എന്തിനാ അതിൻ്റെ ആവശ്യം എന്ന് നമ്മുടെ മനസ്സിനെ പിന്തിരിപ്പിക്കുന്നത് ചെകുത്താനാ, കർത്താവൊന്നുമല്ല. ആ ദുഷിച്ച മാർഗങ്ങളൊക്കെ പോകുമ്പോൾ തമ്പുരാൻ നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കും. നല്ലതാ മനെ നീ ചെയ്തെന്ന് പറയും. ഇങ്ങനെ വേണം മക്കളെ. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ തന്നെ ഒരു 10 പേര് അങ്ങനെ ഉണ്ടെങ്കിലുണ്ട്. നമ്മൾ നല്ല സമ്പത്തുള്ള ഒരു 10 പേര് നമ്മുടെ സമൂഹത്തിലുണ്ട്. അവർ ഈ പാവങ്ങളോട് ഇങ്ങനെ ഒരു നല്ലൊരു കരുണ കാണിച്ച് അവരൊക്കെ ചേർത്ത് പിടിക്കുമ്പോൾ നമ്മുടെ നാടിന് ഐശ്വര്യം. അത് തമ്പുരാൻ ഇറങ്ങി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, സത്യം അത്. അങ്ങനെയുള്ള ഈ നാടിന് ഒരു പ്രകൃതിക്ഷോഭങ്ങളൊന്നും ഉണ്ടാകില്ല. പ്രകൃതിക്ഷോഭത്തിൽ നിന്നും അപകടങ്ങളിൽ നിന്നും കാറ്റും മഴയിൽ നിന്നൊക്കെ സംരക്ഷിക്കും. നമ്മുടെ ഭവനങ്ങളെ, നമ്മുടെ രാജ്യത്തെ, നമ്മുടെ സമൂഹത്തെ ഒക്കെ സംരക്ഷിക്കും. ഇവിടെ നിന്ന് ഒരു നാശനഷ്ടം വരുത്താൻ ഒരിക്കലും തമ്പുരാൻ സമ്മതിക്കുകയില്ല. എൻ്റെ ജനങ്ങൾ അവിടെ ഉണ്ടെന്ന് പറയും. എൻ്റെ വീടെടുക്കപ്പെട്ടവർ അവിടെയുണ്ട്. അവരെ പ്രതി നശിപ്പിച്ച് കളയല കർത്താവൊന്നും. അത് ഭയങ്കര അനുഗ്രഹമാണ്. അത് ഭയങ്കര അനുഗ്രഹമാണ് ഞങ്ങളുടെ നാടിന്. അതുകൊണ്ട് കേട്ടോ, എവിടെയൊക്കെ എന്തൊക്കെ അപകടങ്ങൾ വരികയാലും ഇതുവരെ ഒരു കാറ്റിലും മഴയിലും ഒന്നും തകർന്നു പോകാതെ, ഒരു കൊച്ചു വീട് പോലും തകർന്നു പോകാതെ ചേർത്ത് പിടിച്ച നാടാണ് ഞങ്ങളുടെ നാട്. സ്ഥലത്തിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല. അതൊക്കെ വേണ്ട. അതൊക്കെ നമ്മളങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ നാടിന് ഐശ്വര്യം വരുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഞങ്ങളുടെ നാടിന് പ്രത്യേകത, അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് ഞങ്ങളുടെ നാടിന്. ഒരിക്കലും വെള്ളപ്പൊക്കവും ഒരു ചെറിയൊരു മണ്ണിടിച്ചിലൊക്കെ വന്നെങ്കിൽ ആർക്കും വലിയ ദോഷങ്ങളൊന്നും വന്നിട്ടില്ല. ഒരു ദോഷം വന്നിട്ടില്ല. എൻ്റെ വീടിൻ്റെ പരിസരത്ത് പുറവശത്ത് കുറച്ച് മണ്ണൊക്കെ ഇടിഞ്ഞ് വീണപ്പോൾ ഈ നമ്മുടെ എൻ്റെ നാട്ടിലെ ഈ കൊച്ചു ഗ്രാമത്തിൽ ഉയർന്ന സമ്പത്തുള്ള ഏറ്റവും സമ്പത്തുള്ള കുടുംബത്തിലൊരു ചേട്ടനാണ് മണ്ണൊക്കെ എടുത്തു തന്നത്. എനിക്ക് ഭയങ്കര സങ്കടമായിരിക്കും. ഇതൊരു കുറച്ചിൽ പോലെ എനിക്ക് തോന്നുമായിരുന്നു. അയ്യോ, ആ ചേട്ടൻ വന്നാണല്ലോ ഈ മണ്ണൊക്കെ ചുമക്കുന്നതെന്ന് ഓർത്തിട്ട്. അവർക്ക് ചേർത്ത് പിടിക്കാൻ പറ്റും. അവർക്കറിയാം പാവങ്ങളുടെ ജീവിതം. അവർക്കറിയാം. അവരിലേക്ക് ചേരുക. അവരെ കൂടെ ഞങ്ങളെ ചേർത്തുക. ഞങ്ങൾ വലിയവരാണ്, ഇവർ ചെറുതാണെന്നൊന്നും അവർ നോക്കിയേയില്ല. എനിക്ക് ഭയങ്കര വിഷമം തോന്നി. 3-4 ചേട്ടന്മാർ വന്നപ്പോൾ ആ ചേട്ടന്മാരൊക്കെ സമ്പത്തുള്ളവരാ. ഭയങ്കര സമ്പത്തുള്ള, ഭയങ്കര ഐശ്വര്യമുള്ള, നമ്മുടെ ഈ ഏരിയയിൽ ഏറ്റവും വലിയ സമ്പത്തുള്ളവരായിരുന്നു അവരൊക്കെ. അവരിൽ കൂടുതൽ സമ്പത്തുള്ള ആരും ഉണ്ടായിരുന്നില്ല. എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നിപ്പോയതാ. അപ്പോൾ ഞങ്ങൾ ഈ സംസാരിച്ചുകൊണ്ടിപ്പോൾ ഞങ്ങളുടെ കൂടുതൽ ഞങ്ങളുടെ സഹോദരൻ പറഞ്ഞില്ലേ കോട്ടയത്തുള്ളവർ ഇങ്ങനെയാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നിപ്പോയി. അപ്പം ഞാൻ ഇവരെയാണ് ഓർത്തത് ആദ്യം.
ഞാൻ അവരെ മനസ്സുകൊണ്ട് അവരെ കുമ്പിട്ടു അവരുടെ കാൽക്കൽ. അയ്യോ ഈ ഞാൻ സത്യം ഞങ്ങളുടെ ചുറ്റുവട്ടത്ത് ഏറ്റവും ഒരു പാവം ഞാൻ തന്നെയാണ്. അപ്പോൾ ഇത്രയും സമ്പത്തുള്ള കുടുംബത്തിലെ ചേട്ടനൊക്കെ വന്ന് ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് കേട്ടപ്പോൾ നല്ലൊരു വിശേഷ ദിവസങ്ങളൊക്കെ അമ്മച്ചി എന്നെ വിളിക്കും. എടി നീ ഇങ്ങോട്ട് വാടി, ഇത് കൊണ്ടുപോക്കോ അത് കൊണ്ടുപോക്കോ, ഇതുകൊണ്ട് അമ്മയ്ക്ക് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് അവർ പേരും വീട്ടുകാരൊന്നും ഞാനോട് വെളിപ്പെടുത്തി തരാം. പക്ഷെ ചിലപ്പോൾ എനിക്ക് വഴക്ക് കിട്ടിയേക്കോ അവരെ കയ്യിൽ നിന്ന്. നീ എന്താ പറഞ്ഞെന്ന് ചോദിച്ചു. അങ്ങനെയാ, അങ്ങനെ വേണം. അറിയാവോ, അതൊക്കെയാണ് നമ്മുടെ സമ്പത്ത്. നമ്മൾ മരിച്ചു കഴിയുമ്പോൾ നമ്മൾ പോകുമ്പോൾ ഇതൊന്നും കൊണ്ടുപോകുന്നില്ല. അവരിങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവരുടെ സമ്പത്തൊക്കെ അവിടെ സ്വർഗത്തിൽ തമ്പുരാൻ്റെ സാന്നിധ്യത്തിൽ എത്തിക്കഴിഞ്ഞു, അവരെക്കാട്ടും മുമ്പിൽ. അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നും. അപ്പോൾ ഇത് സമയത്തിലെ നമ്മുടെ സമയം ഇവിടെ പൂർണ്ണമാകുകയാണ്. നമുക്ക് നാളെ വീണ്ടും കാണാം. നമ്മൾ സമ്പത്തുള്ള അപ്പച്ചന്മാരെയാണ് ഞാൻ, സമ്പത്തുള്ള അപ്പച്ചന്മാരെയും പിന്നെ ചേട്ടന്മാരെയും ഉദ്യോഗസ്ഥന്മാരെയും ഒക്കെ ഞാൻ ഇന്നിവിടെ സൂചിപ്പിച്ചത്. കാരണം പാവങ്ങൾ എന്തെങ്കിലും ഒരു അപേക്ഷയായിട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഇതിനൊക്കെ അർഹതപ്പെട്ടവരൊക്കെ അവിടെയൊക്കെയാണ് ഞാനിത് പറഞ്ഞിരുന്നത്. കാരണം അവർ ഒന്ന് ചേർത്ത് പിടിക്കണേ സഹോദരന്മാരെ, ഉപേക്ഷിക്കല്ലേ. അതുങ്ങളൊക്കെ ഇത് ആവശ്യമായിട്ട് വരുമ്പോൾ അതുങ്ങൾക്ക് ഒരു കോഴ തരാനോ കൈക്കൂലി തരാനൊന്നും അതുങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല. ചിലപ്പോൾ വണ്ടിക്കൂലി പോലും ആരോടെങ്കിലും കടം പിടിച്ചിട്ടൊക്കെ ആയിരിക്കും അതുങ്ങൾ വരുന്നത്. അവരെ ചേർത്ത് പിടിക്കാൻ നല്ല മനസ്സുണ്ടാവണം. തള്ളിക്കളയരുത്, ഉപേക്ഷിക്കരുത്. ആരും ഇല്ലാത്തവരാ. ചിലപ്പോൾ അവരെ കൂടെ തമ്പുരാനും ഉണ്ടായിരിക്കും വരുന്നത്. തമ്പുരാനും അവരെ കൂടെ ആയിരിക്കും ഉണ്ടാവുക. തമ്പുരാനായിരിക്കും അവരെ കൂട്ടിക്കൊണ്ട് വരുന്നത്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിലും തമ്പുരാനെ കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ തമ്പുരാൻ വിചാരിക്കും, ദൈവമേ ഇങ്ങനെയാണല്ലോ എൻ്റെ ജനങ്ങൾ എന്ന് തമ്പുരാന് പറയാനിട വരുത്തരുത്. കർത്താവായ ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവിൻ്റെ കൃപയും കൂട്ടായ്മയും നമ്മളെ വഴി നടത്തുന്ന ദൈവം നമ്മളെന്നും കൂടെ നമ്മൾ നയിക്കട്ടെ. ഈ വചനം കേൾക്കുന്നവർ ആരെങ്കിലും സഹായിക്കാൻ അവരുടെ ഹൃദയം തുറക്കട്ടെ, മനസ്സ് തുറക്കട്ടെ. കർത്താവായി ശിമിച്ചെടുത്തിരുന്ന വാഴ്ത്തപ്പെടുമാറാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ.